നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കുറുക്കുണ്ടാക്കാനുള്ള നേന്ത്രക്കായപ്പൊടി എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കുന്നത് എന്നാണ് നോക്കുന്നത്. അതിനു മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. കണ്ണങ്കായയുടെ പൊടിയുടെ കുറുക്ക് കൊടുത്തു കഴിഞ്ഞാൽ നേന്ത്രക്കായയുടെ പൊടി വെച്ചിട്ടുള്ള കുറുക്കും കൂടി കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത് ഞാൻ 2 കിലോയുടെ കായയാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇത് ഈ വീഡിയോ കാണുന്ന അത്രയും യെല്ലോ കളറൊന്നും ഇല്ല കേട്ടോ, നല്ല പച്ചക്കായയാണ്. കറിക്കുള്ള കായനേലും കുറച്ചുകൂടി മൂപ്പുള്ള കായയാണ്. കൂടിനകത്ത് വെച്ചിട്ടുള്ള കായ വാങ്ങരുത്, അത് പിറ്റേ ദിവസത്തേക്ക് പഴുത്തു പോകും. കുറുക്കുണ്ടാക്കാനാണെന്ന് കടയിൽ പറഞ്ഞാൽ മതി. 2 കിലോത്തിന് 98 രൂപയേ ആയുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് കുറഞ്ഞ ചിലവിൽ വീട്ടിലുണ്ടാക്കിയെടുക്കാം. 1/2 കിലോ കൂടുതൽ പൊടി നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. അതിന് പുറത്തുനിന്ന് വാങ്ങുകയാണെങ്കിൽ 500 രൂപ കൂടുതൽ എന്തായാലും ആവും. പിന്നെ നമുക്ക് വിശ്വസിച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാമല്ലോ. അപ്പോൾ ഇതിൻ്റെ തൊലി കളയണം. അതിന് മുമ്പായിട്ട് 2 സൈഡും കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇങ്ങനെ വരയിട്ട് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് പൊളിച്ചെടുക്കാനായിട്ട് പറ്റും. കുറച്ച് ഹാർഡാണ്, എന്നാലും ഇങ്ങനെ വരയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വേഗം പൊളിച്ചെടുക്കാം. അപ്പോൾ അതിങ്ങനെ പൊളിച്ചെടുക്കുക. അപ്പോൾ ഒരു 8 കായോളം ഉണ്ട്. നല്ല വലിപ്പമുള്ള കായുണ്ടത്, നല്ല നീളവും വണ്ണമുണ്ട്. നമുക്ക് അത്യാവശ്യത്തിന് ഇത് മതിയാവും. അപ്പോൾ ഇതിൻ്റെ തൊലി നമുക്ക് തോരൻ വെക്കാനൊക്കെ എടുക്കാം കേട്ടോ. അത് ഇങ്ങനെ വെജിറ്റബിൾ കട്ടറിലാണ് ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതിലാവുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല നൈസായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത് നല്ല കനം കുറവിലാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എത്രയോ കനം കുറയുന്നോ അത്രയും നല്ലതാണ്. നമുക്ക് കൈ കൊണ്ട് അരിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും കനം കുറവിൽ കിട്ടുമെന്ന് അറിയില്ല. കനം കുറഞ്ഞ് കഴിഞ്ഞാൽ വേഗം ഉണങ്ങി കിട്ടും. ഒരു 2-3 ദിവസത്തെ വെയിൽ, നല്ല വെയിലുണ്ടെങ്കിൽ 2-3 ദിവസത്തിനുള്ളിൽ ഇത് ഉണങ്ങി കിട്ടും. കട്ടി കൂടി കഴിഞ്ഞാൽ ഉണങ്ങാനായിട്ട് പാടാവും. പിന്നെ നല്ലവണ്ണം ഉണങ്ങിയില്ല എന്നുണ്ടെങ്കിൽ പൂപ്പലൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഇവിടെ ദേ ചിലതൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. നമുക്കൊരു 2 പ്ലേറ്റ് നിറയെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിനിയൊന്ന് കഴുകണം. അപ്പോൾ അരിയണയിൽ മുന്നേ കഴുകുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയായാലും മതി. ഞാനിപ്പോൾ ഇവിടെ അരിഞ്ഞിട്ടാണ് കഴുകണത്. കുറച്ചുകൂടി ബെറ്റർ കഴുകിയിട്ട് അരിയണതാണ്. അപ്പോൾ ഞാൻ ഇത് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ കയ്യിലാകെ ഇതിൻ്റെ പൊടിയൊക്കെ ഉണ്ട്, കറയൊക്കെ ഉണ്ട്. അപ്പോൾ കറ ഡ്രസ്സിലാവാതെ നോക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ കഴുകിയെടുക്കുക. അതിൻ്റെ മണ്ണൊന്ന് കളഞ്ഞാൽ മതി, തിരുമ്മിയൊന്നും കഴുകണ്ട. അതിൻ്റെ കറ പോവരുത്. കുട്ടികൾക്ക് വയറിൽ ചെല്ലണത് നല്ലതാണ്. അപ്പോൾ ഇത് കൊട്ടയിൽ കുറച്ച് നേരം വെക്കുക. നല്ലോണം വെള്ളം പോയതിന് ശേഷം ഒരു പായയിൽ വിട്ട് പരത്തിയിടുക കേട്ടോ. അപ്പോൾ ഇത് വൈകുന്നേരം ആയപ്പോഴത്തേനും ഒരുവിധം ഉണങ്ങിയിട്ടുണ്ട്, എന്നാലും ചെറിയൊരു ഞളക്കമുണ്ട്. അപ്പോൾ അതിൽ വെള്ളമൊക്കെ അത്യാവശ്യം പോയിട്ടുണ്ട്, ഇങ്ങനെ പൊട്ടുന്നൊക്കെ ഉണ്ട് കേട്ടോ. നല്ലോണം ഉണങ്ങണം. അടുത്ത ദിവസം ആയപ്പോഴത്തേനും ഒന്നുകൂടി ഉണങ്ങിയിട്ടുണ്ട്. 3-ാമത്തെ ദിവസം ആയപ്പോഴത്തേനും നമുക്ക് നല്ലോണം ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ജാറിൽ വീഴുമ്പോൾ കണ്ടില്ല ഇങ്ങനെ ഒരു കിലുങ്ങണ പോലത്തെ സൗണ്ട്. അപ്പോൾ നമുക്ക് നല്ലോണം ഉണങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. എന്നാലേ ഇത് നല്ലോണം പൊടിഞ്ഞ് കിട്ടുള്ളൂ. അപ്പോൾ തരിയില്ലാണ്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉണങ്ങണം. ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലോണം പൊടിച്ചെടുക്കുക. അപ്പോൾ ഇത് നല്ല ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഉണക്കിയ കായ മുഴുവനും പൊടിച്ചെടുക്കണമെന്നില്ല കേട്ടോ. അതൊരു ടൈറ്റായിട്ടുള്ള കണ്ടെയ്നറിൽ ഇട്ട് വെച്ചിട്ട് ആവശ്യാനുസരണം പൊടിച്ചാൽ മതി. ഞാനിപ്പോൾ ഇവിടെ മുഴുവൻ പൊടിച്ചിട്ടുണ്ട്. ഈ ഒരു ടിന്നൊന്നും അറിയേണ്ടായിരുന്നു. തണുപ്പ് തട്ടാതെ ഒരു കണ്ടെയ്നറിലിട്ട് സൂക്ഷിക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. താങ്ക് യു.